Hi students, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ NABHന്റെ സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ എന്താണ് എവിടം വരെയാണ് നമ്മൾ പേഷ്യൻസിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റും വരെയാണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. ROM, റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. എന്തൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒരു മാനേജ്മെന്റ് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നിർവഹിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്, അതും NABH സ്റ്റാൻഡേർഡ്സിൽ. ഓക്കെ, The management of healthcare ഈ ഇത്രയും സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് എന്ത് കിട്ടുള്ളൂ, NABHന്റെ അക്രഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, The management of healthcare organization is aware of all the managers, all the key components of the governors. The responsible for the governors are the identified, the roles defined and standards encourage the governance of the organization professionally and ethically. The responsibility of the management are defined. The responsibilities of the leader at the level of are defined, and the management executed the responsibility complements with all the applicable locations and the patient safety and interpartner patients care of hospital. ഒരു മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് പേഷ്യൻസിന് നല്ല ക്വാളിറ്റി കൊടുക്കുക, അവരുടെ ക്വാളിറ്റിക്ക് അഷ്വർ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക, സ്റ്റാഫിന് നല്ല ക്വാളിറ്റി ഓഫ് പ്രൊട്ടക്ഷൻ കൊടുക്കുക, സ്റ്റാഫ് എങ്ങനെയൊക്കെ സ്റ്റാഫിനെ സേഫ്റ്റി ആക്കാൻ പറ്റുമോ അങ്ങനെയുള്ള രീതിക്കൊക്കെ നോക്കുക. അതേപോലെ തന്നെ ലീഗലി എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് സോൾവ് ചെയ്യുക. ഇങ്ങനെയുള്ള പല റെസ്പോൺസിബിലിറ്റീസുമാണ് ഒരു മാനേജ്മെൻറ്റ് നിർവഹിക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് സേഫ്റ്റി, FMS. ഫെസിലിറ്റി മാനേജ്മെൻറ്റ് സേഫ്റ്റി എന്ന് പറയുന്നത് ദ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ഫോർ safe water, electricity and medical gases and vacuum system. The organization plan for fire and non-fire emergency with the facilities, and the organization are no smoking area. The standard guide the provision of a safe and secure environment for patients, their families, staff and visitors. The organization attends to the facility, equipments and internal and physical address issuing, training staffs, enhancing safety management disasters, and the organization provide for medical utility equipment management. The organization safety management hazard material. The organization works towards a measure on being energy efficient. അപ്പം നമ്മൾ ഒരു FIM എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ സ്റ്റാഫിനും പേഷ്യൻസിനും നല്ല ഫെസിലിറ്റി കൊടുക്കുക, വെള്ളത്തിനും പവറിനും ഇലക്ട്രിക്സിനും അതേപോലെ തന്നെ ഗാർബേജിനൊക്കെ നല്ല ഫെസിലിറ്റീസ് കൊടുക്കുക, അവർ നല്ല സേഫ്റ്റി ആയിട്ട് പ്രൊമോട്ട് ചെയ്യുക, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ പ്രൊമോട്ട് ചെയ്തിട്ട് നല്ല എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്ത് നല്ലൊരു ഫെസിലിറ്റീസ് പേഷ്യൻസിനും സ്റ്റാഫിനും കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് FIM എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ HRM ആണ് നോക്കുന്നത്. HRM എന്ന് പറയുന്നത് HRMൻ്റെ സ്റ്റാൻഡേർഡ്സ് മീൻസ് NABHലെ HRMൻ്റെ എന്തൊക്കെയാണ് HRM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടീം എന്തൊക്കെ ഡ്യൂട്ടീസാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് the most important resource of the organization is its human resource, and human resource are an asset of effective and efficient functioning of the organization. The management plans on identifying the right number and skill max or staff required to render safe care to the patient. Recruitment of staff is accomplished by having a uniform standardized system. The organization must be orient the staff to its environment and also orient them to a specific duties and responsibility related to their portion. The organization should be planned to have an ongoing professional training, service education to enhance the competition skill of the staff continually. A systematic and structured appreciation system must be used for staff development. The organization used this as an opportunity to discuss, motivate and identify the gaps in the performance of the staff and the organization, promote physical and mental well-being of staff. A governance handling mechanism and disciplinary procedure should be in place, and scrutinization and privileging of healthcare professionals, medical and paraclinical professionals are being done to ensure the patient safety. A document containing all such personal information has to be maintained for all the staff. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ
ഒരു ഓർഗനൈസേഷനിലെ HR എന്ന് പറയുന്നതാണ് ഒരു ഓർഗനൈസേഷൻ ഫേസ്. അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? നല്ല എഫിഷ്യൻ്റ് ആയിട്ടും നല്ല എഫക്റ്റീവായിട്ടും ഒരു ഓർഗനൈസേഷൻ നല്ല രീതിക്ക് ഫങ്ഷൻ ചെയ്ത് പോവുക, എംപ്ലോയീസ് നല്ല രീതിക്ക് മാനേജ് ചെയ്യുക, അവർക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് കൊടുക്കുക, അവരുടെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും റിലേറ്റഡ് ടു ജോബ് പൊസിഷൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, അവരുടെ സ്കിൽസും അവരുടെ ടെക്നിക്കൽ നോളേജും വളരെയധികം ഡെവലപ്പ് ചെയ്യാം, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഇങ്ങനത്തെയൊക്കെ ഒരു കാര്യങ്ങളാണ് HRMൽ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ദ ഗോൾ ഓഫ് ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് ടു എൻഷുർ ദാറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻ ഈസ് the goal. Our information management in an organization is to ensure that the right information is available, the right person at the right time. Information management should be managed through the hospital information system as well as the modularity of information communicated to the staff, patients, visitors and community in the general. അപ്പം ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹോസ്പിറ്റലിലെ എല്ലാ മീൻസ് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണോ ഒരു ഹോസ്പിറ്റലിലേക്ക് ഷെയർ ചെയ്യേണ്ടത്, ആ ഒരു ഹോസ്പിറ്റലിൻ്റെ മീൻസ് ആ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫ്സ് അതേപോലെ തന്നെ പേഷ്യൻസ് അവർക്കൊക്കെ എന്ത് ഇൻഫോർമേഷൻസ് ആണോ കൺവിൻസ് ചെയ്ത് കൊടുക്കേണ്ടത് അത് റൈറ്റ് ടൈമിൽ റൈറ്റ് പൊസിഷനിൽ റൈറ്റ് പ്ലേസിൽ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഹോസ്പിറ്റലിൻ്റെയാണ്. ഇൻഫോർമേഷൻസ് ഒക്കെ വളരെ പക്കയായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രോപ്പർ ചാനലിൽ അവർ കൊടുക്കണം. അതേപോലെ തന്നെ റെക്കോർഡ്സും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുകയും കൂടി ചെയ്യണം. ഇതാണ് ഇൻഫോർമേഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൊടുത്ത ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുകയും കൂടി ഇവർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എമർജൻസി. നെക്സ്റ്റ് ടോപ്പ് ഇത്രയുമാണ്. ഇതാണ് ലാസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ സിസ്റ്റമാണ്. ഇതാണ് NABHൻ്റെ ലാസ്റ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എമർജൻസി കോഡ്സ് ഇൻ ഹോസ്പിറ്റലാണ്. എമർജൻസി കോഡ്സ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും NABHൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഹോസ്പിറ്റൽ എമർജൻസി കോഡ്സ് ആർ യൂസ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽ വേൾഡ് വൈഡ് to alert staff to various emergency. An emergency code is a notification of an event that requires immediate action. The use of codes is intended to convey essential information quickly with minimal misunderstanding to the staff while preventing stress and panic among visitors to the hospital. അപ്പം എമർജൻസി കോഡ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ വേൾഡ് വൈഡായിട്ട് ഈ എമർജൻസി കോഡ്സ് വെച്ചിട്ടുണ്ടാവും. ഇതെന്ന് പറയുന്നത് ഈ ഒരു കോഡ്സ് അല്ലെങ്കിൽ ഈ ഒരു അലേർട്ട് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലേർട്ട് ചെയ്യുന്നതാണ് എമർജൻസി കോഡ്സ് എന്ന് പറയുന്നത്. ഈ കോഡ്സ് മീൻസ് ഈ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇമ്മീഡിയറ്റ് കോഡ്സ് എന്താണ് നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് പെട്ടെന്ന് ക്വിക്ക്ലി ഇൻഫോർമേഷൻസ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിന് ഇൻഫോർമേഷനിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാതിരിക്കാനോ അല്ലെങ്കിൽ പാനിക് സിറ്റുവേഷൻസ് വിസിറ്റേഴ്സിനും പേഷ്യൻസിനും ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിലെ എമർജൻസി കോഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പേർപ്പസ് ഓഫ് എമർജൻസി കോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to provide medical care and support to the patients and incident victim while maintaining care and safety of patient, employee and visitors within the healthcare facility during an emergency event or incident. അപ്പം നമ്മുടെ ഒരു എമർജൻസി കോഡ് ഒരു ഹോസ്പിറ്റലിൽ വേണ്ട പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻസ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യൻസിന് എന്തെങ്കിലുമൊക്കെ എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം വരുന്ന സമയത്ത് ഈ ഒരു അലേർട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ഈ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണെന്നുള്ള രീതിക്കുള്ളൊരു മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കോഡ് വളരെ അത്യാവശ്യമായിട്ട് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കോഡാണ്. കോഡ്സ് എന്ന് പറയുന്നത് 5 ടൈപ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് കോഡ് ബ്ലൂ, ഒന്നെന്ന് പറയുന്നത് കോഡ് റെഡ്, നെക്സ്റ്റ് കോഡ് പിങ്ക് ആൻഡ് കോഡ് ഓറഞ്ച് ആൻഡ് കോഡ് ബ്ലാക്ക്. ഇതെന്ന് പറയുന്നത് ഈ ഒരു കോഡ്സ് PA സിസ്റ്റത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നത് 2 മിനിറ്റ്സ് ആണ്. 30 സെക്കൻഡ്സിൽ 2 മിനിറ്റ് ആണ് ഈ ഒരു PA സിസ്റ്റത്തിൽ ഈ കോഡ് സൈറം അടിക്കുക. ഈ ഒരു സൈറത്തിൻ്റെ ഈ ഒരു കോഡ്സിൻ്റെ സൈറത്തിൻ്റെ മോക്ക് ട്രയൽസ് എവറി 6 മന്തിൽ OTയിലും ICUയിലും അതേപോലെ തന്നെ ഡയാലിസിസ് സെൻറ്ററിലും ഒക്കെ ഇത് മീൻസ് എന്താ പറയുക ഈ സൈറം അടിക്കും. എപ്പം മോക്ക് ട്രയലായിട്ട് 6 മാസം കൂടുന്തോറും ഇത് മീൻസ് 6 മാസം അറ്റ്ലീസ്റ്റ് 6 മന്ത്സ് കഴിയുമ്പോൾ ഒരു മോക്ക് ട്രയൽ ഒരു ഹോസ്പിറ്റൽ ഈ ഒരു കോഡ്സിൻ്റെ സൈറം അടുപ്പിച്ച് നോക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോഡ് ബ്ലൂ ആണ്.
Code blue എന്ന് പറയുന്നത് code blue is a universal recognized emergency code. Code blue means the medical emergency occurring with the hospital, and code blue is generally used to initiate a patient requiring the rescue or in need of immediate medical attention, and most often as the result of a respiratory arrest or cardiac arrest. Staff member finding patients in the medical emergency situation assess the situation in no pulse, respiration are found. A code blue must be initiated. Being a life support procedure and second person responding ensure that code blue has been a called as first rescue, and code blue term is responsible for responding. The call must be arrive immediately within 5 minutes and initiated ACLS, and the team will be continue CPR until the decision to end, and it is made by primary care physician. CPR team leader, code blue team comprised of doctors, nurse and a respiratory therapist and a pharmacist, and a code blue will be documented on the code blue record and signed by the recording RN. അപ്പം നമ്മുടെ കോഡ് ബ്ലൂ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ കോഡ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ ഒരു യൂണിവേഴ്സൽ കോഡായിട്ടാണ് നമ്മൾ ഈ കോഡ് ബ്ലൂവിനെ കാണുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു മെഡിക്കൽ അറ്റൻഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാർഡിയാക് അറസ്റ്റ് വരുന്ന ഒരു പേഷ്യൻസിന് അല്ലെങ്കിൽ റെസ്പിറേറ്ററി പ്രോബ്ലംസിന് എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു പേഷ്യൻസിന് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എമർജൻസി ആയിട്ട് ഒരു ആക്ഷൻസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഡ് ബ്ലൂ സൈറം അടിക്കുന്നത്. ആ സമയത്ത് ഈ കോഡ് ബ്ലൂ സൈറം അടിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാഫ് മെമ്പർ എന്ത് ചെയ്യും, അതിനായിട്ടായിട്ട് ഇനിഷ്യേറ്റഡ് ആയിട്ട് കോഡ് ബ്ലൂ ടീം ഉണ്ട്. ആ കോഡ് ബ്ലൂ ടീംസ് എന്ന് പറയുന്നത് ഒരു നേഴ്സ് ഉണ്ടാവും, ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ഡോക്ടർ ഉണ്ടാവും, ഒരു ഫാർമസിസ്റ്റ് ഉണ്ടാവും. ഇത്രയും പേരെയാണ് കോഡ് ബ്ലൂ ടീം എന്ന് പറയുന്നത്. ആ ടീമിലെ മെമ്പേഴ്സ് എന്ത് ചെയ്യണം, ഈ ഒരു പേഷ്യൻസിന് എന്തെങ്കിലും ഒരു മാറ്റം വരും, മീൻസ് എന്തെങ്കിലും ഒരു അനക്കം വരുന്നത് വരെ ബേസിക് ലൈഫ് സപ്പോർട്ടായിട്ടുള്ള CPR ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ പ്രൈമറി സ്റ്റേജിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഡയറക്റ്റ്ലി എമർജൻസി വാർഡിലേക്ക് വിടും. ഈ ഒരു പേഷ്യൻസിന് അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ അറ്റൻഷനാണ് നമ്മൾ കോഡ് ബ്ലൂ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കാർഡിയക് അറസ്റ്റ്, റെസ്പിറേറ്ററി തെറാപ്പിയിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും, ഒരു പേഷ്യൻസിന് പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് ആക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഡ് ബ്ലൂ അലേർട്ട് ഒരു ഹോസ്പിറ്റലിൽ അടിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോഡ് റെഡ് ആണ്. കോഡ് റെഡ് എന്ന് പറയുന്നത് കോഡ് റെഡ് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി ഇനിഷ്യേറ്റഡ് whenever any one of the following indication are observed: seeing smoke, sparks or a fire, smelling smoke or other burning material, feeling unusual heat on a wall, door or other surface, in response to any fire, life safety system and alarm. അപ്പോൾ കോഡ് റെഡ് എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ്ലി ഇനിഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ്. നമ്മുടെ പുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പാർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുക, അതേപോലെ തന്നെ എന്തെങ്കിലും മെറ്റീരിയൽ ബേൺ ചെയ്യുന്ന സ്മെല്ല് വരിക, അതേപോലെ നമ്മുടെ മതിലിന് എന്താ പറയുക ഓവർ ഹീറ്റഡ് ആവുക, അൺയൂഷ്വൽ ആയിട്ടൊരു ഹീറ്റ് മതിലിനോ ഡോറിനൊക്കെ ഫീൽ ചെയ്യുക, അതേപോലെ തന്നെ ഫയർ സേഫ്റ്റി അലാറം അടിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോഡ് അലാറം നമ്മൾ അടിക്കുന്നത്. അപ്പം കോഡ് അലാറം അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ സ്റ്റാഫ് മെമ്പേഴ്സ് ഈ പേഷ്യൻസിനെയൊക്കെ ഈ ഒരു ഫയർ പിടിക്കാത്ത സ്ഥലത്തേക്ക് മാറ്റും. അതേപോലെ തന്നെ എന്താ പറയുക കോഡ് ഫയർ അലാറം ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും തീ പിടിച്ചിട്ടുണ്ട്, നമുക്ക് രക്ഷപ്പെടാമെന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ സ്മോക്കിംഗ് ഏരിയാസിലുള്ള എല്ലാ ഡോസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ക്ലോസ് ചെയ്യും. പിന്നെ ഈ ഫയർ എങ്ങനെയാണ് ഫയർ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്ന് പുൾ ചെയ്യുക, അതേപോലെ തന്നെ എന്തെങ്കിലും വയേഴ്സോ കാര്യങ്ങളോ ഫയർ കത്തിപ്പിടിക്കാനുള്ള വയേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഡിസ്കണക്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. കോഡ് റെഡിൽ കോഡ് പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് പിങ്ക് ഇസ് ഫോർ എ ചൈൽഡ് മിസ്സിംഗ് ഫ്രം ദ ഹോസ്പിറ്റൽ സെൻഡ് വിത്ത് ദ റോങ് പാരൻറ്റ് ഓർ എനി ചൈൽഡ് റിലേറ്റഡ് ടു ഡിസാസ്റ്റർ പ്രൊസീജിയർ, സ്ട്രോക്ക് ആൻഡ് സെർച്ച് ഫോർ ദ യൂണിറ്റ് ഓർ ഇൻഫൻറ്റ് ചൈൽഡ് ആൻഡ് സെക്യൂർ ദ സീൻ, telephone notification by calling emergency number, obtain written information and protect of the potential crime scene until security office arrives, report and resign the mother family to a different room for security purpose, keep all the staff visitors on until police arrives,
police authorities will realize staff, visitors and their discretion. അപ്പോൾ കോഡ് പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കാണാണ്ട് പോവുക, അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞിനെ കാണാണ്ട് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞിനെ മോഷ്ടിക്കാൻ, നമ്മൾ ഈ കഴിഞ്ഞ റീസെൻ്റ്ലി ഒരു വാർത്തയിൽ കണ്ടല്ലോ, ഒരു ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ, നവജാത ശിശുവിനെ കാണാണ്ട് പോവുക, അങ്ങനെയൊക്കെ ഉള്ള കേസസിൽ വരുമ്പോഴാണ് ഈ കോഡ് പിങ്ക് എന്ന് പറയുന്ന ഒരു കോഡ് പിങ്കിൻ്റെ അലാറം അടിക്കുക. അപ്പം ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ എന്തെങ്കിലും കുഞ്ഞ് മിസ്സായി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ കോഡ് പിങ്ക് അലാറം അടിക്കും. എന്നിട്ട് എമർജൻസി ആയിട്ട് ആരെങ്കിലും വിളിക്കും. പിന്നെ എന്ത് ചെയ്യും, പോലീസ് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, വിസിറ്റേഴ്സിനെയും അല്ലാതെ വേറെ ആരെയും നമ്മൾ എന്ത് ചെയ്യില്ല, പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. അതേപോലെ തന്നെ ആ ഒരു മദറിനെയും ഫാമിലിനെയും ഒരു സെക്യൂരിറ്റി, അവർ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയുള്ള സെക്യൂരിറ്റി പേർപ്പസസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇതാണ് കോഡ് പിങ്ക് എന്ന് പറയുന്നത്. കോഡ് പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ മോഷ്ടിക്കുക, ഒരു നവജാത ശിശുവിനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഒരു ഹോസ്പിറ്റലിൽ നിന്നിട്ട് മോഷ്ടിക്കപ്പെട്ടു പോകുമ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സൈറാണ് പിങ്ക് സൈറം എന്ന് പറയുന്നത്. പിങ്ക് സൈറം മെൻഷൻ ചെയ്യുന്നത് കുഞ്ഞിനെ അബൻഡൻ ചെയ്തുള്ള, കുഞ്ഞിനെ മോഷ്ടിക്കപ്പെട്ടു പോകുമ്പോഴാണ് ആ ഒരു സൈറം നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോഡ് ബ്ലാക്ക് ആണ്. കോഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് ബ്ലാക്ക് ഇസ് ദ മോസ്റ്റ് ഓഫൺ ഇൻഡിക്കേറ്റേഴ്സ് എ ബോംബ് ത്രെഡ് ആൻഡ് കോഡ് ബ്ലാക്ക് മേ ബി ആക്ടിവേറ്റഡ് ഇഫ് ദെയർ ഹാസ് ബീൻ എ ട്വീറ്റ് മെയ്ഡ് ടു ദ ഫെസിലിറ്റി ഫ്രം ആൻ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ സോഴ്സ്. The procedure upon the receiving a bomb threat: remain calm, listen carefully and try to gather as much for the appearance of bomb. Call the emergency number and provide as more information as possible or have a colleague call while you stay the phone as individual. നമ്മുടെ കോഡ് ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ബോംബ് ത്രെഡോ കാര്യങ്ങളോ ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു അലാറമാണ്, അലേർട്ടിക് ഇൻഫോർമേഷൻ ആണ് കോഡ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, എമർജൻസി ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ വിളിക്കും, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി നമ്മൾ ആരെങ്കിലും അറിയുകയാണെങ്കിൽ അവരെ വിളിക്കും. അങ്ങനെയൊക്കെ നമ്മൾ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ആക്ഷൻസൊക്കെ ഈ ബോംബ് ത്രെഡ് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു പ്രൊസീജിയേഴ്സിനെയും കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, കോഡ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇൻ്റർവ്യൂസിനും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചോദിക്കും, എന്താണ് എമർജൻസി കോഡ് പിങ്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കോഡ് ബ്ലാക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. കോഡ് ബ്ലാക്ക് എന്ന് പറയുന്നത് ബോംബ് ത്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് ബോംബ് ത്രെഡ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അലേർട്ടാണ് എന്തെന്ന് പറയുന്നത്, കോഡ് ബ്ലാക്ക് എന്ന് പറയുന്ന അലേർട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോഡ് ഓറഞ്ച് ആണ്. കോഡ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ an event, natural, man-made, sudden, progressive, which impact with such severity that the community has to be respond taking an expansional measures. It is a phenomena involving extensive ecological description, leading risk to the life, property and health to the extended varying extraordinary response from outside and affected area. നമ്മുടെ കോഡ് ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും കലാമിറ്റീസോ അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു മീൻസ് നമ്മുടെ ഫ്ലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരിക, അല്ലെങ്കിൽ മനുഷ്യനായിട്ട് എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സോ കാര്യങ്ങളൊക്കെ വരുത്തുക, തട്ടിക്കൊണ്ട് പോവുക, മീൻസ് മനുഷ്യരിങ്ങനെ ആക്രമിക്കുക, ചിലപ്പോൾ ഹോസ്പിറ്റലൊക്കെ തല്ലിപ്പൊട്ടിക്കില്ലേ നാട്ടുകാർ. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കും, ഒരു ഓറഞ്ച് അലേർട്ട് കൊടുക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോഡ് ഓറഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഡിസാസ്റ്റേഴ്സ് ആണ്, ഹോസ്പിറ്റൽ ഡിസാസ്റ്റേഴ്സ് ആണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഹോസ്പിറ്റൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ്, നമ്മുടെ നിങ്ങൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഹോസ്പിറ്റൽ ഡിസാസ്റ്റേഴ്സ് പ്ലാനിനെ കുറിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്താണ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ പ്ലാൻ എന്നും പറയാം. അതേപോലെ തന്നെ നമ്മുടെ എന്തൊക്കെ എക്സ്റ്റേണൽ ആയിട്ട് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് പ്ലാൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ പ്ലാൻ is prepared to reduce the pressure on the hospital management when a large number of casualties arriving suddenly in the hospital at a time and requiring different level of care. The plan should be activated immediately to provide efficient care to the patient with a short span of time. Mock trial to be conducted periodically and to meet every equality. And the action begins with the Information Disaster Committee
കീപ് ആഡിക്വേറ്റ് സ്റ്റോറേജ് ദ സപ്ലയേഴ്സ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ഹോസ്പിറ്റലിൽ എക്സസ് എമൗണ്ട് അറ്റ് എ ടൈം എക്സസ് എമൗണ്ടുള്ള പേഷ്യൻസും ഒരുപാട് എമർജൻസിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഒരു ഹോസ്പിറ്റൽ ഡിസാസ്റ്റേഴ്സ് ഒരു ഹോസ്പിറ്റലിൽ നടക്കുക. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ആംബുലൻസിൽ തിങ്ങി നിറയുക, OT-യിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ആൾക്കാർ കൂടുക, എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് വരിക, അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ത് സംഭവിക്കുക, ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുക. ഇനി ഹോസ്പിറ്റലിലെ ഇൻറ്റേർണൽ ഡിസാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. ഇൻറ്റേർണൽ ഡിസാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is activated when the hospital buildings are affected in disasters. Action plan should be clearly mentioned. Alternative site, temples, schools, playground, trolley temporary shelters, identify near the tended house to be bed, blankets, transporting alternative sites of hospital, first aid and drug kits, portable lights, probable communication system, identify voluntary organization, who services of care and food, water, etc. And external internal disasters management എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ ബിൽഡിങ്സ് പുറത്ത് നമുക്ക് എന്തെങ്കിലും ഫ്ലഡ്സോ കാര്യങ്ങളോ ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് എയ്ഡ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമല്ലോ ഒരു ഹോസ്പിറ്റലിന്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻറ്റേർണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഹോസ്പിറ്റലിന് പുറത്ത് നടക്കുന്ന ഡിസാസ്റ്റേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻറ്റേർണൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേർണൽ ഡിസാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന് ഉള്ളിൽ നമുക്ക് എന്താ പറയുക, പേഷ്യൻസിൻ്റെ എമർജൻസി കാര്യങ്ങൾ വരിക, പേഷ്യൻസിൻ്റെ കാഷ്വാലിറ്റി മീൻസ് പേഷ്യൻസിൻ്റെ എമർജൻസി കാര്യങ്ങൾ വരിക, കാഷ്വാലിറ്റിയിൽ പേഷ്യൻസ് തിങ്ങി നിറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരിക. പിന്നെ അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊന്നും ആക്ടിവേറ്റ് ചെയ്യാതിരിക്കുക, നല്ല ക്വാളിറ്റീസ് ഓഫ് എംപ്ലോയേഴ്സ് ഇല്ലാണ്ട് റേഡിയോളജിയിലോ ലബോറട്ടറിയിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെയൊക്കെ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള ക്രിട്ടിക്കൽ സോൺസ് ഒന്നും മനസ്സിലാക്കാതെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ഡിസാസ്റ്റേഴ്സ് പ്ലാന് എക്സ്റ്റേണലി വരും. ആ ഒരു പ്ലാനിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ പ്ലാൻ എന്ന് പറയുന്നത്. ആ ഒരു സമയത്താണ് ഈ ഒരു കോഡ്സും കാര്യങ്ങളൊക്കെ വരിക. എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഹോസ്പിറ്റൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റേഴ്സ് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോഡ് ബ്ലാക്ക്, കോഡ് റെഡ്, കോഡ് പിങ്ക് ഇങ്ങനെയുള്ള അലാറം ഒക്കെ അടിച്ച് നമുക്ക് ആ ഒരു ഡിസാസ്റ്റർ ആണ് എന്നുള്ളത് ഷോ ചെയ്യിക്കുന്ന ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ഡിസാസ്റ്റർ പ്ലാൻ എന്ന് പറയും. ഇൻറ്റേർണൽ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ പുറത്ത് ഈ ഫ്ലഡ്, എർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് സംഭവിച്ചിട്ട് പേഷ്യൻസിനെ കാര്യങ്ങളെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്താവും, പേഷ്യൻസും കാര്യങ്ങളൊക്കെ തിങ്ങി നിറയില്ലേ, അങ്ങനെയുള്ളതിനെയാണ് ഇൻറ്റേർണൽ ഡിസാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഡിസാസ്റ്റർ പ്ലാൻ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് മാൻമെയ്ഡായിട്ടും അതേപോലെ തന്നെ പല കാര്യങ്ങളും തീ കത്തിപ്പിടിക്കുക അങ്ങനെയുള്ള ഒരുപാട് ഡിസാസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നടക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻറ്റേർണൽ ഡിസാസ്റ്റർ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, ഹാവ് എ നൈസ് ഡേ ടു ഓൾ.